ഹജ്ജിലെ സുപ്രധാനമായ അറഫ സംഗമത്തിന് ഭൂരിഭാഗം ഹാജിമാരും പുറപ്പെട്ടു. ഉച്ചവരെ ഇന്ത്യൻ സമയം 3 മണിയോടെയാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക. ലബൈക്ക് വിളികളുമായി 10,000-ലേറെ ഹാജിമാർ അറഫയിൽ സംഗമിക്കും. സുരക്ഷയ്ക്കായി 1,00,000-ലേറെ സൈനികരും രംഗത്തുണ്ട്. അറഫയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഫ്താബ്, ഇന്നിപ്പോൾ ചടങ്ങ് ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെ? സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു കോവിഡ് കാലത്ത് മുന്നൊരുക്കം ഈ ഒരു രീതിയിൽ തന്നെ വലിയ മുന്നൊരുക്കം നടത്തിക്കൊണ്ടാണ് ഇത്തവണ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത്. ഹാജിമാരാണ് ഇന്ന് അറഫയിൽ സംഗമിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1,00,000-ലേറെ സുരക്ഷാ സൈനികരുടെ വിന്യാസം ഇത്തവണയുണ്ട്. അതിന് കഴിഞ്ഞ വർഷം ഉണ്ടായ സൂര്യാതപവും അതിലുണ്ടായ മരണങ്ങളുമാണ്. പ്രത്യേകിച്ച് 800-ലേറെ അനധികൃതരായ ഹാജിമാർ കഴിഞ്ഞ വർഷം പെട്ടിരുന്നു എന്ന് മാത്രമല്ല 3000-ലേറെ പേർ ഈ സൂര്യാതപത്തിന് ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ മുന്നൊരുക്കത്തിലാണ് ഉച്ചക്ക് 12:20, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 3 മണിയോട് കൂടിയാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക. ആ അറഫ സംഗമം തുടങ്ങുന്ന സമയം ഏതാണ്ട് 12 മണി കഴിയുന്നതുവരെ ഹാജിമാർ മിനയിൽ നിന്നും മറ്റുമായി അറഫ എന്ന ഈ അറഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ ആ പ്രദേശം പൂർണ്ണമായും വിജനമായി നിൽക്കുകയാണ് പതിവ്. കഴിഞ്ഞ വർഷത്തെ ചൂടെല്ലാം കണക്കെടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് പിറകിൽ കാണാവുന്ന തരത്തിൽ തന്നെ വലിയ തോതിൽ പന്തലുകളും കൂടുതലായി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ അറഫയിൽ തമ്പുകൾ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ കൂടുതൽ വഴികളും മറ്റുമൊക്കെ വലിയ തോതിൽ ഇത്തവണ വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശം ഹാജിമാർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളി ഹാജിമാർക്കെല്ലാം തമ്പുകളിൽ തന്നെയായിരിക്കും തുടരുക. വൈകിട്ട് 4 മണിക്ക് ശേഷം ഹാജിമാർ പുറത്തേക്ക് ഇറങ്ങും. അറഫ എന്നത് ഒരുപക്ഷെ ഒരു തീർത്ഥാടകൻ ഇടമാണ്. എന്ന് വെച്ചാൽ അവരുടെ പാപമോചനത്തിന്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവരുടെ ദൈവത്തോട് കൂടുതൽ ലോകത്തെ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും, അറഫയിൽ എത്താൻ കഴിയാത്ത മുഴുവൻ വിശ്വാസികളും നോമ്പെടുത്തുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ തുരത്തിൽ ഒരു വിശ്വാസി സമൂഹത്തിന്റെ മഹാസംഗമത്തിനാണ് ഇന്ന് അറഫ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം സൂര്യാസ്തമയം വരെ ഹാജിമാർ ഇവിടെ പ്രാർത്ഥനകളുമായി കഴിയും. അതിനുശേഷം ഇന്ന് രാത്രി ഹാജിമാർക്കുള്ള ചടങ്ങ്, അവർ മുസ്ദലിഫ എന്ന ഇടത്താവളത്തിലേക്ക് ഹജ്ജിനായി നീങ്ങും. ആ മുസ്ദലിഫിൽ അവർക്കുള്ള അവരവിടെ വിശ്രമിക്കും. പക്ഷെ ആ വിശ്രമത്തിൽ പോലും വലിയ ഒരു ചിത്രം മുസ്ദലിഫയിലും അറഫയിലും എല്ലാം കാണാൻ കഴിയും. ഒരേ വേഷത്തിൽ, ഒരേ മന്ത്രത്തോടു കൂടി ദേശവും ഭാഷയും മറന്ന മനുഷ്യരെന്ന് ഒന്നിച്ച് അറഫയിൽ ഒത്തുചേരുകയാണ്. ഈ ഒരു അറഫ സംഗമം തുടക്കമാവുക. ശരി, അറഫയിൽ നിന്ന് അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.